ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിയ 350 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. തുണിത്തരങ്ങൾ എന്ന വ്യാജേന കടത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കൊല്ലത്ത് പിടികൂടിയത്. ആറ്റിങ്ങൽ സ്വദേശി അഖിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നുള്ള ട്രെയിനിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്. ട്രെയിൻ മാർഗം തുണിത്തരങ്ങൾ എത്തിക്കുന്നതിന്റെ മറവിലായിരുന്നു ലഹരിക്കടത്ത്. തുണികൾക്ക് പകരമെത്തിയത് 350 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. തുണിത്തരങ്ങളാണെന്നാണ് ആദ്യം റെയിൽവേ പോലീസ് കരുതിയത്. ദിവസങ്ങളായിട്ടും ഉടമസ്ഥനെത്താത്തതിനെ തുടർന്ന് സംശയം തോന്നി. പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണെന്ന് കണ്ടെത്തി. വിപണിയിൽ 12 ലക്ഷത്തോളം രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളാണിവ. പാഴ്സൽ ബുക്ക് ചെയ്തിരുന്ന ആറ്റിങ്ങൽ സ്വദേശി അഖിൽ കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വെച്ച് RPFും എക്സൈസും ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പാഴ്സൽ ഓഫീസിലും റെയിൽവേ സ്റ്റേഷനിലും മറ്റും നടത്തിയ ചെക്കിങ്ങിനിടയ്ക്ക് സംശയാസ്പദമായ രീതിയിൽ ഒരു 7 ബണ്ടിലുകൾ കാണപ്പെട്ടു. പാഴ്സലായിട്ട് വന്നതായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ച് സർവൈലൻസിൽ വയ്ക്കുകയും അപ്പോൾ ഇന്നത്തെ ദിവസം ഈ മീൻസ് 20-ാം തീയതി ആഗസ്റ്റ് 20-ന് ഈ പാർട്ടി വരികയും അദ്ദേഹം അത് എടുക്കുന്ന സമയം നമ്മൾ ചെക്ക് ചെയ്യുന്നതിൽ മനസ്സിലായത് ടുബാക്കോ പ്രൊഡക്ട്സ് ആണ്. തെറ്റായ വിവരങ്ങൾ നൽകി പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയതിന് അഖിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സമാനമായ രീതിയിൽ ഇയാൾ നേരത്തെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. 24 കൊല്ലം.